ബാങ്കിൽ നൽകിയ രേഖ വെച്ച് ഉടമയെ അറിയാതെ ലോൺ എടുത്തു. സഹകരണ ബാങ്കിലായിരിക്കും. അതെ, കാട്ടാക്കട സഹകരണ ബാങ്ക് ജീവനക്കാരനാണ് തിരിമറി കാണിച്ചത്. കാട്ടാക്കട നാൽപ്പാറക്കുഴി സ്വദേശി റിജി അറിയാതെ 3 തവണയാണ് ബാങ്ക് ജീവനക്കാർ ലോൺ എടുത്തത്. അവസാനം എടുത്ത തുക അടയ്ക്കാത്തതിനാൽ റവന്യൂ റിക്കവറി നോട്ടീസ് റിജിക്ക് ബാങ്ക് അയച്ചു. കേൾക്കാം. നമ്മൾ ബാങ്കിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ലോണൊക്കെ എടുത്തു കഴിഞ്ഞ് അത് തിരിച്ചടയ്ക്കുമ്പം അത് തിരിച്ചടച്ചു, അത് ക്ലോസ് ചെയ്തു എന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഈ ബ്ലാങ്ക് ചെക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു മേടിക്കണം. ഇല്ലെങ്കിൽ അത് വല്ലാത്ത പൊല്ലാപ്പാകും. അങ്ങനെ പൊല്ലാപ്പിലായ രജിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്താ സംഭവിച്ചത്? ഞാൻ 2006 കാട്ടാക്കട ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ഇന്നത്തെ കേരള ബാങ്കിൽ നിന്നും ഒരു 50,000 വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു. ഡെയിലി കളക്ഷൻ ഏജൻറ്റ് വന്നിട്ട് ഈ കളക്ഷൻ നമ്മൾ കടയിൽ നിന്ന് എടുത്ത് പോകുന്നതാണ്. അങ്ങനെ ഞാൻ 2007 6,000 രൂപ ബാലൻസ് അടയ്ക്കാനാണ് ഞാൻ മലേഷ്യയിൽ പോയി. ഈ 2006 എടുക്കുന്നത്. 2007 വെറും 6,000 രൂപ ബാലൻസ് മാത്രം ഞാൻ മലേഷ്യയിൽ പോയി. 2 മാസം കഴിഞ്ഞ് ഈ 6,000 രൂപ ഞാൻ അടച്ച് ക്ലോസ് ചെയ്യിപ്പിച്ചു. പക്ഷേ അവർ ബാങ്കിൽ നിന്ന് അതിൻ്റെ റെസിപ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. ഈ ലോണിനെ അവർ വീണ്ടും റിന്യൂ ചെയ്ത് 3 തവണ, ആദ്യം ഒരു 50,000 രൂപ എടുത്തു, രണ്ടാമതൊരു 50,000 എടുത്തു. ഈ 50,000 ക്ലോസ് ചെയ്തിട്ട് മൂന്നാമതൊരു 50,000 രൂപ, അതായത് 10/1/2008 ഒരു 50,000 എടുത്ത് ഇന്ന് എനിക്ക് ആ 50,000 രൂപ 1,89,000 രൂപ ഞാൻ അടയ്ക്കണമെന്ന് കരുതി എൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ട്. ഈ 3 ലോൺ എടുക്കുന്ന കാലയളവിലും ഞാനിവിടെ ഇല്ല. ഞാൻ ആ സമയത്ത് മലേഷ്യയിലാണ്. ചേട്ടൻ മലേഷ്യക്ക് പോയത് 7 ജനുവരി 2007. തിരിച്ചു വന്നത് 14 ഫെബ്രുവരി 2008. ഇതിനിടയ്ക്ക് 3 തവണ ലോൺ എടുത്തു. 3 ലോൺ ചേട്ടൻ നാട്ടിലില്ല. ഇല്ല. ഏതൊക്കെ ഡേറ്റിലാണ് അത്? അത് ഒന്നാമത്തെ ലോൺ 27/3/2007 50,000. അടുത്ത് വന്നിട്ട് 30/8/2007 50,000. 10/1/8 50,000. ആദ്യത്തെ 2ഉം എടുത്തയാൾ തന്നെ തിരിച്ചടച്ചു. അവർ തന്നെയാണ് ക്ലോസ്. ആരെടുത്തോ അവർ തന്നെ അടച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ലോൺ അടച്ചിട്ടില്ല, അതെൻ്റെ പേരിൽ കിടപ്പുണ്ട്. ഈ സമയത്ത് മലേഷ്യയിലാണ്. അതെ. അതിൻ്റെ പ്രൂഫാണ് ഈ കാണുന്ന ഈ പാസ്പോർട്ട്. അതെ, പാസ്പോർട്ട്. അന്നത്തെ സഹകരണ ബാങ്ക് ഇന്ന് കേരള ബാങ്കാണ്. കാട്ടാക്കട ബ്രാഞ്ചാണ്. ബ്രാഞ്ച് മാനേജറോട് സംസാരിച്ചിരുന്നു. ഇദ്ദേഹം പരാതി നൽകിയപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. കേരള ബാങ്ക് സിഇഒയ്ക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മറുപടി വന്നതിന് ശേഷം മറ്റു നടപടികൾ സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. എന്തായാലും റിജിക്ക് കിട്ടിയ പണി ചെറിയ പണിയല്ല ബാങ്കുകാർ കൊടുത്തത്. റഹീസ് റഷീദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, റിജിക്ക് എന്തൊരു പണിയാണ് ഈ കിട്ടിയിരിക്കുന്നത്? സ്വന്തമായിട്ട് എടുക്കാത്ത ലോൺ അവിടെ ബാങ്കിലെ ജീവനക്കാർ തന്നെ ലോൺ എടുത്ത് കളിക്കുകയായിരുന്നു അല്ലേ? എന്തായാലും ഈ പണമൊക്കെ തിരിച്ചടയ്ക്കേണ്ടി വരുമോ റിജി? എന്താ അവസ്ഥ? ബാങ്ക് അധികൃതർ പറയുന്നത് ഇത് മുമ്പ് കാട്ടാക്കട സർവീസ് സഹകരണ ബാങ്കായിരുന്നു. ഇപ്പോൾ അത് കേരള ബാങ്കിലേക്ക് മാറി. അന്നുണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ പോലും ഇപ്പോൾ അവിടെ ഇല്ല. സ്വാഭാവികമായി ഇത് ജീവനക്കാരായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾ കേരള ബാങ്ക് സിഇഒയ്ക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. സിഇഒ മറുപടി നൽകട്ടെ. സ്വാഭാവികമായി ഒരു അഴകുഴമ്പൻ മറുപടിയാണ് ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയതെന്ന് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. ഇതിനകത്ത് ഒരാളുടെ ആധാരം വെച്ച് ഇപ്പോൾ കരുവന്നൂരൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെയുള്ള ഒരു രസം എന്ന് പറഞ്ഞാൽ ആ ആള് ഈ രാജ്യത്ത് പോലും ഇല്ല. രാജ്യത്ത് ആളില്ല എന്നതിന്റെ രേഖ ഒരാൾ എപ്പോഴാണ് രാജ്യം വിട്ടു പോയതെന്നും എപ്പോഴാണ് തിരിച്ചു വന്നതെന്നും കൃത്യമായി പാസ്പോർട്ടിലുണ്ട്. അത് പാസ്പോർട്ട് നമ്മൾ നോക്കിയതാണ്. പാസ്പോർട്ടിൽ കൃത്യമായത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ആദ്യം ഇദ്ദേഹം എടുത്തു കഴിഞ്ഞ ഒരു 6,000 രൂപയായിരുന്നു ലാസ്റ്റ് ബാലൻസ് ഉണ്ടായിരുന്നത്. മലേഷ്യയിലേക്ക് പോയി. മലേഷ്യയിൽ പോയി കഴിഞ്ഞ് പൈസ കിട്ടിയ ഉടനെ അമ്മയ്ക്ക് 6,000 രൂപ അയച്ചു കൊടുത്തു. ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കാൻ പറഞ്ഞു. അമ്മ ബാങ്കിൽ കൊണ്ട് അടച്ചു. സ്വാഭാവികമായിട്ടും കൊടുത്ത രേഖകളൊന്നും തിരിച്ചു വാങ്ങാൻ ഒരുപക്ഷെ പറ്റിയിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പൈസ ഒക്കെ അടച്ചു, തിരിച്ചു വന്നു. പിന്നീട് 2 തവണ, പിന്നീട് 1 തവണ എടുത്തു. അത് ഫുള്ളായിട്ട് ക്ലോസ് അടിച്ചു. എന്തായാലും എടുത്തയാള് അക്കാര്യത്തിലൊക്കെ നല്ല ഡീസന്റ് ഇടപാട് ആദ്യം കാണിച്ചു. ആദ്യം എടുത്തത് കൃത്യമായിട്ട് തിരിച്ചടച്ചിട്ടുണ്ട്. അത് അടച്ച ഉടനെ തന്നെ വീണ്ടും ഒന്നുകൂടെ എടുത്തിട്ടുണ്ട്. അതും തിരിച്ചടച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം എടുത്തത് അടച്ചിട്ടില്ല. ഇപ്പം റവന്യൂ റിക്കവറി നോട്ടീസ് വന്ന് പെട്ടുപോയിരിക്കുകയാണ് രജി. റഹീസ്, ഇത് കൗതുകകരമായ ഒരു കാര്യമാണല്ലേ? പൈസ വേണമെന്ന് തോന്നുമ്പം നേരെ ബാങ്കിലേക്ക് ചെല്ലുക, അവിടെ ഇരിക്കുന്ന ഒരു ആധാരം എടുക്കുക. അത് ആരുടെ ആണെന്ന് നോക്കത്തില്ല. രാജ്യത്തില്ലാത്ത ഒരാളുടെ ആധാരം തന്നെ എടുക്കുക. അതെടുത്ത് നേരെ അവിടെ കൊണ്ട് വയ്ക്കുക. കുറച്ച് പൈസ തരുമെന്ന് പറയുക. അത് ആരുടെയെങ്കിലും ആധാരം കൊടുക്കുക. ബാങ്ക് എന്നിട്ട് പൈസ കൊടുക്കുക. ആ ബാങ്കിന്റെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ഇരിക്കുന്ന ആളുകൾ ഈ ആധാരം ഇയാളുടേതല്ലെന്നും ആ ആധാരം ഉള്ളയാൾ ഇന്ത്യയിലേ ഇല്ല എന്നുള്ള കാര്യമൊന്നും അറിയാതെയാണോ ഈ ചങ്ങാതിമാർ കൊടുക്കുക? ഇതൊരു മൊത്തത്തിൽ അവിടെ നടക്കുന്നൊരു കൂട്ടുകൃഷിയായിരിക്കാനാണ് സാധ്യത അല്ലേ റഹീസ്? സ്വാഭാവികമായിട്ടായിരിക്കും. ആരും ഇത് ആധാരമല്ല, പേഴ്സണൽ ലോണാണ്. അപ്പം
സ്വാഭാവികമായിട്ടും മറ്റ് ഡോക്യുമെന്റ്സ് ആയിരിക്കും. 50,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, മറ്റ് ഡോക്യുമെന്റ്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇതിനകത്ത് നമുക്കൊരു ന്യായമായി നേരത്തെ റഹീസ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കേസിൽ അതായത് ആധാരം വെച്ചൊരു കുടുംബത്തെ വഴിയാധാരമാക്കിയിരുന്നു ഇതേപോലെ. കരുവന്നൂരിലാണെങ്കിൽ ഈ ആധാരം പലതവണ കൈമാറിയാണ് ലക്ഷക്കണക്കിന് രൂപ എടുത്തത്. ഇവിടെ ആധാരം പോലും അല്ല, പേഴ്സണൽ ലോണാണ് അല്ലേ? ആണ്, പേഴ്സണൽ ലോണാണ്, ആധാരം അല്ല. ഇതിനകത്ത് ഒരുപക്ഷെ ബാങ്കിലെ ഉള്ള ജീവനക്കാർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും. ചിലപ്പോൾ ആദ്യം എടുത്ത ആള് നല്ല മാന്യനായതുകൊണ്ട് എടുത്തത് തിരിച്ചടച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മൂന്നാമതെടുത്ത് തിരിച്ചടക്കാത്ത ആൾ ആദ്യം എടുത്ത ആളാവണമെന്നും ഇല്ല. ഒരുപക്ഷെ ഇതൊരു കൂട്ടുകൃഷിയാണെങ്കിൽ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും റെജിയുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഒരു സാധ്യതയാണ് കാണുക. കാരണം റവന്യൂ റിക്കവറി നോട്ടീസ് വരുമ്പോൾ അല്ലെങ്കിൽ നിയമ നടപടികൾ പല രീതിയിൽ നടത്തേണ്ടി വരും. അതിനൊക്കെ വലിയ കാലതാമസം വരും. ഇപ്പോൾ അടച്ചിട്ട് പിന്നീട് തിരിച്ചു പിടിക്കുക എന്നതൊക്കെ ആയിരിക്കും റെജിയുടെ മുമ്പിലുള്ള ഒരു മാർഗം എന്ന് തോന്നുന്നു. കാരണം ബാങ്ക് ഏതാണ്ട് കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. ഓക്കെ, തീർച്ചയായിട്ടും ബാങ്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവർ അർബുദം പോലെ പടർന്നു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെയൊക്കെ ആധാരം നിങ്ങളുടെ കയ്യിലുള്ള പെട്ടിയിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഇത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ടുവച്ചാൽ നിങ്ങളുടെ ആധാരത്തിന് പുറത്ത് ലോൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ബാങ്കിൽ ഇടയ്ക്ക് പോയി ഒന്ന് അന്വേഷിക്കുന്നതായിരിക്കും. വേറെ ആൾക്കാർ നിങ്ങളുടെ ആധാരം വെച്ചും നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചും ലോൺ എടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ബാങ്കുകളിൽ. പക്ഷേ എല്ലാ ബാങ്കുകളും അങ്ങനെയല്ല. കേരള ബാങ്കൊന്നും ആ രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതൊക്കെ ഒരു വളരെ കൃത്യമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരള ബാങ്ക് നിലവിൽ വരുന്നതിന് മുൻപുള്ള ചില സഹകരണ സ്ഥാപനങ്ങളിൽ ഇത്തരം തിരിമറികൾ നടന്നിട്ടുണ്ട്. പാവം റജിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എടുക്കാത്ത ലോൺ തിരിച്ചടയ്ക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. റാഹിസ് റഷീദാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.